ഫ്യൂച്ചർ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ്, വെൽക്കം ടു ബയോളജി ട്യൂട്ടർ. ബയോളജി ട്യൂട്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടാറുണ്ടോ? കൈകാലുകൾ മരവിക്കുകയും ഒരുതരം തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യാറുണ്ടോ? ഈ എക്സാം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ടോ? മനസ്സ് അങ്ങേയറ്റം കലുഷിതമാവുകയും സ്ട്രെസ് അനുഭവപ്പെടുകയും ചെയ്യാറുണ്ടോ? ഈ എക്സാം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്ന ആശങ്ക രൂപപ്പെടാറുണ്ടോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സുനിശ്ചിതമായും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. ഇനി ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് കേവലം 5 ദിനങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കോൺഫിഡൻസ് ലെവൽ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കോൺഫിഡൻസ് ലെവൽ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും. അതിനോടനുബന്ധിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാതും പെട്ടെന്ന് തന്നെ റെഡിയാകും. ഡോണ്ട് പാനിക്, ബിൽഡപ്പ് യുവർ കോൺഫിഡൻസ്, മൂവ് ഫോർവേഡ് ടു ക്ലിയർ ദ എക്സാം. എന്നും രാവിലെ എണീറ്റതിന് ശേഷം ഐ ക്യാൻ ക്ലിയർ ദ എക്സാം, ഐ ക്യാൻ ക്ലിയർ ദ എക്സാം എന്ന് 2-3 തവണ ഉരുവിടുക. നമ്മൾ സ്വയം തന്നെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യണം. നിങ്ങൾ എത്ര കോൺഫിഡൻ്റ് ആണോ അത്ര നന്നായി നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. എക്സാം ഹാളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മനസ്സ് കാം ആൻഡ് ക്വയറ്റായി നിർത്തണം. വേറെ ഒരു കാര്യങ്ങളും ചിന്തിക്കാതെ, സ്ട്രെസ് കൊടുക്കാതെ വളരെ കാം ആൻഡ് ക്വയറ്റായി ചിന്തിച്ച് ഇരിക്കുക. രണ്ടാമതായി പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. മനസ്സ് എത്ര കാം ആൻഡ് ക്വയറ്റാണോ അത്രയും എഫിഷ്യൻ്റായി നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും, ക്ലിയർ ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പെട്ടെന്ന് തന്നെ തുടങ്ങരുത്. 1-2 മിനിറ്റ് എടുത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ പൂർണ്ണമായി ഒന്ന് ഓടിച്ചു നോക്കണം. നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണ് 1-2 മിനിറ്റ് ചിലവാക്കുന്നത്, പാഴാക്കുന്നത്. പ്രധാനമായും ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ആ ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 1-2 മിനിറ്റ് കണ്ടെത്തി ക്വസ്റ്റ്യൻസ് പൂർണ്ണമായും ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കണം. എങ്ങനെ ഓരോ ക്വസ്റ്റ്യനെയും സമീപിക്കാം, എങ്ങനെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റാക്കി ആൻസർ ചെയ്യാൻ സാധിക്കും എന്നതാണ് നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം. എക്സാമിന് ഒരു 20-25% ക്വസ്റ്റ്യൻസ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആകും. അതുപോലെ തന്നെ ഒരു 20-25% ക്വസ്റ്റ്യൻസ് കുറച്ച് കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആകും. മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കടു കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആകും. നാലാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആകും. 1-2 മിനിറ്റ് നിങ്ങൾ ചിലവാക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണം, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്തെല്ലാമാണെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് ഫീഡ് ചെയ്യുവാൻ സാധിക്കും. അതിനെ സ്വാംശീകരിച്ച് ഏത് രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഇവിടെ നാം ചെയ്യുന്നത് എക്സാം സ്ട്രാറ്റജി നോക്കി, ഓരോ എക്സാമിനും ഓരോ സ്ട്രാറ്റജിയാണ് വേണ്ടത്. ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലാവുന്നതോടെ ആ എക്സാമിനെ സമീപിക്കാനുള്ള എക്സാം സ്ട്രാറ്റജി നമുക്ക് പൂർണ്ണമായും മനസ്സിലാകും. എക്സാം സ്ട്രാറ്റജി മനസ്സിലായി കഴിഞ്ഞാൽ 80-90% മാർക്ക് ലഭിക്കുന്നതിൽ നമ്മൾ വിജയം കൈവരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. പെട്ടെന്നുള്ള ഓടിച്ചു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അത് ഫസ്റ്റ് ആൻസർ ചെയ്യാൻ സാധിക്കും. പെട്ടെന്ന് ഈസിയായി കണ്ടെത്തുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി സ്വാംശീകരിച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണോ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണോ എന്ന് നോക്കി കൃത്യമായി അത് ആൻസർ ചെയ്തു പോവുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 20% കോൺഫിഡൻസ് ബിൽഡപ്പായി. അതിനോടനുബന്ധിച്ച് കോൺഫിഡൻസ് ലെവൽ ബിൽഡപ്പായി കഴിഞ്ഞാൽ എക്സാം എഴുതുന്നതിൽ നിങ്ങൾക്ക് 50% അല്ലെങ്കിൽ 60% എഫിഷ്യൻസി കൂടുതൽ ലഭിക്കുന്നതാണ്. അഞ്ചാമതായി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യനുകൾ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എക്സാമിനുണ്ടാകും. പ്രവൃത്തി ആദ്യം ചെയ്യരുത്. നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷം മാത്രം അത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. നോട്ട് എന്നുള്ളതോ അല്ലെങ്കിൽ ഫാൾസ് എന്നുള്ളതോ ക്വസ്റ്റ്യനിൽ പ്രതിപാദിച്ചിട്ടുണ്ടാകാം. അത് ശ്രദ്ധിക്കാതെ നിങ്ങൾ ഡയറക്റ്റായി ആൻസർ ചെയ്യാൻ പാടില്ല. ആൻസറിലുള്ള ഓപ്ഷൻസ് 4 ഓപ്ഷൻസും കൃത്യമായി വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. അധികവും 90-95% ആളുകളും തെറ്റിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ആറാമത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്.
എത്ര അറിവുള്ള ആളാണെങ്കിലും ഓവർ കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ എക്സാമിൻ്റെ മാർക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തെറ്റാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആകും, എന്നാൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് അത് തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 5% എറർ ഒഴിവാക്കി മാർക്കിംഗ് കറക്റ്റ് ആകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് തീരെ അറിയാത്ത ഒരു ക്വസ്റ്റ്യൻ എത്തി എന്ന് വിചാരിക്കുക. അതെങ്ങനെ ക്ലിയർ ചെയ്യാം, അതെങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്വാഭാവികമായും ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും അതിലെ ഓപ്ഷൻസ് നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കും. അത്തരം ഘട്ടത്തിൽ എലിമിനേഷൻ പ്രൊസീജിയർ നിങ്ങൾ സ്വീകരിക്കണം. 4 ചോയ്സിൽ 3 എണ്ണം അല്ലെങ്കിൽ 2 എണ്ണം നിങ്ങൾക്ക് അറിയുന്നതുണ്ടാകാം. അപ്പോൾ ആ 2 എണ്ണമോ 3 എണ്ണമോ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അത് എലിമിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എത്ര പ്രിപ്പയർ ചെയ്തു പോയ ആളാണെങ്കിലും 20% ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിങ് ആയിരിക്കും, ഇൻഡയറക്റ്റ് ആയിരിക്കും. എക്സാമിനേഴ്സ് അത് അത്തരത്തിലാവും ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിരിക്കുക. അപ്പോൾ 20% ക്വസ്റ്റ്യൻ അറിഞ്ഞില്ല എന്ന് വിചാരിച്ച് ടെൻസ്ഡ് ആവാതിരിക്കുക, സ്ട്രെസ് വരാൻ പാടില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുക. ഈ 20% ക്വസ്റ്റ്യനിൽ 10% ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്താൽ തന്നെ സോൾവ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കും, യാതൊരു സംശയവുമില്ല. 7ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നെഗറ്റീവ് മാർക്ക് എങ്ങനെ കുറയ്ക്കാം. അത് കുറച്ചതുകൊണ്ട് മൈനസ് കുറച്ച് എങ്ങനെ നല്ലൊരു റാങ്കിലേക്ക് എത്തിപ്പെടാം എന്ന കാര്യം. നമ്മളുടെ അവസാനത്തെ സ്ട്രാറ്റജി എലിമിനേഷൻ പ്രക്രിയ ഉപയോഗിച്ചും ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ യാതൊരു കാരണവശാലും എഴുതാൻ പാടില്ല. അത് തീർച്ചയായും നെഗറ്റീവ് അടിക്കാൻ ചാൻസ് കൂടുതലുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒമിറ്റ് ചെയ്യുക. 9ാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ പ്രധാനമായും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, എത്ര പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാലും ഒരു 10% ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും, അല്ലെങ്കിൽ അറിയുന്ന ക്വസ്റ്റ്യൻസ് തെറ്റിക്കും. അത് സ്വാഭാവികമാണ്. മാർക്ക് ചെയ്യുന്നിടയ്ക്ക് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ തെറ്റായി മാർക്ക് ചെയ്തു, അയ്യോ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊരു തെറ്റിദ്ധാരണ വേണ്ട. തെറ്റുപറ്റുന്നത് മനുഷ്യ സഹജമാണ്. അതിനെ ഓവർകം ചെയ്ത് 2 ക്വസ്റ്റ്യൻ എനിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന ഒരു കോൺഫിഡൻസ് ലെവൽ ബിൽഡപ്പ് ചെയ്ത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ദൂരീകരിക്കാൻ പറ്റും. ഇനി 10ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ പ്രിപ്പയർ ചെയ്തിട്ടില്ല, വേണ്ട രീതിയിൽ സിലബസ് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളോട് പറയാനുള്ള കാര്യമാണ് ഞാൻ ഇവിടെ സ്പെഷ്യലായിട്ട് പ്രതിപാദിക്കാൻ പോകുന്നത്. ഏകദേശം ഒരു 10,000-ഓളം ക്വസ്റ്റ്യൻസ് ഞാൻ ബയോളജി ട്യൂട്ടർ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യുക. തീരെ പ്രിപ്പയർ ചെയ്തില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ MCQs മാക്സിമം സോൾവ് ചെയ്യുക. MCQs സോൾവ് ചെയ്യുകയും അതിനോടനുബന്ധിച്ചുള്ള തിയറി പഠിക്കുകയും ചെയ്യുക. ഞാൻ വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് എക്സാം എഴുതാൻ കഴിയില്ലല്ലോ, വേണ്ട രീതിയിലുള്ള റാങ്ക് നേടാൻ പറ്റില്ലല്ലോ എന്ന ചിന്ത ആദ്യമായി ഒഴിവാക്കുക. ഇനിയും ഒരു 5 ദിവസം ബാക്കിയുണ്ട്. ഈ 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു 10,000 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ 5,000 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അത്തരം ചെയ്ത ആളുകൾക്കും എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ സോൾവ് ചെയ്ത 5,000 ക്വസ്റ്റ്യൻസിൽ 100 ക്വസ്റ്റ്യൻ ആവും ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക. അപ്പോൾ കോൺഫിഡൻ്റ് ആയിരിക്കുക. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ വന്നോളും. Where there is a will, there is a way. ഇനി എക്സാമിനോടനുബന്ധിച്ചുള്ള എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായി ഇടുക. ഞാനത് നോക്കി അതിനോടനുസരിച്ചുള്ള വീഡിയോ ചെയ്യുന്നതാണ്. Don't worry, be confident enough to crack the exam. All the best for your exam, future food safety officers.